സ്പീഡ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ബേസിക്കലി നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, ദേഷ്യം, സങ്കടം, സന്തോഷം, വിഷമം, ഇങ്ങനെ ഒരു 8 അപ്പോ അതിന്റെ തന്നെ കോമ്പിനേഷൻസ് ആയിട്ട്, അത് ഉദാഹരണം നമുക്കിപ്പോ ഒരു ലവ് എന്ന് പറയുന്നൊരു ഇമോഷൻ, അപ്പൊ അതിപ്പോ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ട്രസ്റ്റും ജോയും, നമ്മുടെ വിശ്വാസവും സന്തോഷവും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ് വരിക. അപ്പൊ അതിൽ ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലവ് എന്ന് പറയുന്ന ഒരു സാധനം പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നത്, എനിക്ക് വിരുദ്ധമായിട്ടുള്ള കോമ്പിനേഷൻസ് പറയാം. ഉദാഹരണത്തിന് ഇപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട്, ദേഷ്യവും ഭയവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വികാരങ്ങളായിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ സന്തോഷവും സങ്കടവും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. പിന്നെ അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു അവസ്ഥ, മാനസികാവസ്ഥ പറയുന്നത്. സന്തോഷവും സങ്കടവും, അതായത് ജോയും സാഡ്നെസ്സും ഒരുമിച്ച് വരുന്ന ഒരു കണ്ടീഷൻ. അതിൽ പറയുന്നത് ജോയും സാഡ്നെസ്, സന്തോഷം ഒരുമിച്ച് വരുന്നതിന് ബിറ്റർ സ്വീറ്റ്നെസ് എന്നാണ് പറയുന്നത്. അതുപോലെ ദേഷ്യവും അതുപോലെ ഭയവും ഒരുമിച്ച് വരുന്നതിന് ഫ്രോസൺനെസ് എന്നാണ് പറയുന്നത്, ഫ്രീസ് ആയി പോകുന്ന ഒരവസ്ഥ. ട്രസ്റ്റും ഡിസ്ട്രസ്റ്റും, വിശ്വാസവും വെറുപ്പും, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ഒരാളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ആംബിവാലൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ വിരുദ്ധമായിട്ടുള്ള വികാരങ്ങൾ മനസ്സിൽ ഒരുമിച്ച് വരുമ്പോ ഇങ്ങനെയായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒരു ശാരീരിക തലത്തിലുള്ള വികാരങ്ങളാണല്ലോ, മാനസികമായിട്ടുള്ള വികാരങ്ങളാണല്ലോ ശാരീരികമായിട്ട് വ്യത്യസ്തമാവുന്നത്. ഈ വിരുദ്ധമായിട്ടുള്ള വികാരം അതിൽ തന്നെ കൺഫ്യൂഷൻ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് സർപ്രൈസ് ആൻഡ് ഒരുമിച്ച് വരുമ്പോ, സർപ്രൈസ് നമ്മൾ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ക്ലോസ് ആയിട്ട് നിന്ന് ആശ്ചര്യപ്പെടുക, ആന്റിസിപ്പേഷൻ പറഞ്ഞ് മുന്നോട്ട് പോവുക. ഇത് രണ്ടും മുന്നോട്ടും പോവുകയും വേണം, എന്നാലും നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് സർപ്രൈസ് ആദ്യം വേണം. രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നൊരു അവസ്ഥയാണ് ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ വിരുദ്ധമായിട്ടുള്ള വരുമ്പോ അത് ശാരീരികമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും ആരും എനിക്ക് അത്ര സങ്കല്പിക്കാൻ, രണ്ടും ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ, ഭയവും ദേഷ്യവും ഒരുമിച്ച് വരുന്ന അവസ്ഥ സങ്കല്പിക്കാൻ പാടാണ്. അതെങ്ങനെ ഇപ്പോൾ അത് ആയുർവേദത്തിൽ എടുത്തു കഴിഞ്ഞാൽ, ഭാരതീയമായിരിക്കുന്ന ഒരു ശാസ്ത്രത്തിനകത്ത് എടുത്തു കഴിഞ്ഞാൽ, ആരോഗ്യശാസ്ത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ, വിരുദ്ധമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ രണ്ടായിട്ട് കണ്ടുകൊണ്ട് ചികിത്സിക്കുക, രണ്ടായിട്ട് കണ്ടുകൊണ്ട് സമീപിക്കുക എന്നുള്ള ഒരു മാർഗമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ, രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന കാര്യം കേൾക്കുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറായിരിക്കുന്ന ആനന്ദിന് അത് ഒരു അതിശയമായിട്ട് തോന്നുന്നത്. കാരണം വിരുദ്ധമായിരിക്കുന്ന വികാരങ്ങളെ പരമാവധി നിരുത്സാഹപ്പെടുത്തുന്നതാണ് നമ്മുടെ ചികിത്സാ രീതികൾ. നേരെ തിരിച്ചാണ് അലോപ്പതിയുടെ കാര്യങ്ങളിൽ വന്നിരിക്കുന്നത്. വിരുദ്ധമായ വികാരങ്ങളെ സംബന്ധിക്കുന്ന പഠനം ഉപയോഗിച്ചുകൊണ്ടാണ് അലോപ്പതി മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള പാരമ്പര്യ ശാസ്ത്രങ്ങളൊക്കെ തന്നെ വിരുദ്ധമായ വികാരങ്ങളെ പ്രത്യേകമായിട്ട് കണ്ടുകൊണ്ട് അവയെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നു. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ കൊടുത്ത് ശരീരത്തെ സമ്പുഷ്ടമാക്കുന്നു, ശരീരത്തെ പ്രതിരോധത്തിലെത്തിക്കുന്നു എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം അടിസ്ഥാനപരമായിട്ട് അറിയാമല്ലോ,
അപ്പോൾ ഈ വിരുദ്ധമായിരിക്കുന്നത് വാസ്തവത്തിൽ ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത് വളരെ ഉപരിതലത്തിൽ മാത്രമുള്ളതാണ്, പെരിഫറലാണ്. അവയുടെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ ഉപരിതലത്തിൽ കാണുന്ന വൈരുദ്ധ്യമില്ല. ഇവ രണ്ടും ഒരേ എനർജി തന്നെയാണ്. ഒരേ എനർജി തന്നെയാണ് രണ്ടായിട്ടും ബിഹേവ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുതുതായി പ്രചാരത്തിൽ വന്നിരിക്കുന്ന പല പാരമ്പര്യ ചികിത്സാ രീതികളും വളരെ പഴക്കമുള്ള ചികിത്സാ രീതികളിലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇവയുടെ ഊർജം ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചികിത്സാ രീതികളാണ്. ഞാൻ ചികിത്സയുടെ അപ്രോച്ചിൽ കൂടിയാണ് സംസാരിക്കുന്നത്, കാരണം ആനന്ദിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയായതുകൊണ്ട്. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെ ഒന്നായിട്ട് തന്നെ കണ്ടുകൊണ്ട് ചികിത്സിക്കുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ശീലമില്ലാത്ത വൈദ്യശാസ്ത്രങ്ങളിൽ ഇത് ചിന്താക്കുഴപ്പമുണ്ടാകും. സ്നേഹം എന്ന് പറയുന്ന, താങ്കൾ പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറയുന്നത് വിരോധം എന്ന് പറയുന്നത് രണ്ട് ചേരികളിലാണ് കാണുന്നതെങ്കിൽ പോലും ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഒരേ കാര്യത്തിൽ നിന്ന്, ഒരേ എനർജിയാണ്. ഒരേ എനർജിയാണ് ഈ സ്നേഹവും വിരോധവും ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സ്നേഹിക്കുന്നവർ വിരോധിക്കുമ്പം അത്രയ്ക്ക് തന്നെ ശക്തമായി തീരുന്നത്. വിരോധത്തിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യത എപ്പോഴും ആ മനസ്സിനകത്ത് കിടപ്പുണ്ട്. സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട്, സ്നേഹത്തെ വളർത്തുന്നതിനുള്ള നമ്മുടെ താല്പര്യം കൊണ്ട്, നമ്മുടെ മനസ്സ് നമ്മൾ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് സ്നേഹത്തിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു എൻജിൻ മുൻപോട്ട് പോകാനും പുറകോട്ട് പോകാനും അതിൻ്റെ യാന്ത്രികോർജ്ജം ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മനസ്സ് ഇത് രണ്ടിനെയും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ളതാണ്. ഡ്രൈവറുടെ തീരുമാനം അനുസരിച്ചാണ് വണ്ടി മുന്നോട്ടോ പുറകോട്ടോ പോകുന്നത്. അല്ലാതെ വണ്ടി പുറകോട്ട് പോകാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു എഞ്ചിനും വെച്ച് പുറകോട്ട് പോകുക എന്നുള്ളതല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് രണ്ട് വശത്തേക്ക് ഓടാനുള്ള കഴിവുണ്ട്, പുരോഗമനത്തിനും കഴിവുണ്ട്, പുറകോട്ട് പോകാനും കഴിവുണ്ട്. ഇതുപോലെ മനസ്സ് സ്നേഹിക്കാനും ദ്വേഷിക്കാനുമുള്ള കഴിവിന് ഒരേ എനർജി തന്നെയാണ് മനസ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് താല്പര്യമുള്ള സാഹചര്യങ്ങളിൽ നമ്മളത് ഉപയോഗിക്കുന്നത് സ്നേഹത്തിൻ്റെ ഗിയറിലാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ അതിർത്തി വരുമ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ഗിയറിൽ നിന്ന് വിരോധത്തിൻ്റെ ഗിയറിലേക്ക് മാറ്റിയിടുന്നു. അതുകൂടി പെട്ടെന്ന് വിരോധമാകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ട് ഇവിടെ ഈ വേദാന്ത സംഭാഷണങ്ങളിൽ അദ്വൈത തത്വങ്ങളെക്കുറിച്ച് ഒരുപാട് വിമർശിക്കുകയൊക്കെ ചെയ്ത ഒരു സുഹൃത്ത്, അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ഒരു പോസ്റ്റിനകത്ത് അദ്ദേഹം ഇട്ടിരിക്കുന്ന കമന്റ് എടുത്ത് എനിക്ക് സന്തോഷം തോന്നി, അത്ഭുതം തോന്നി. നേരെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും സംഭവിച്ചു? 1918 നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ഇപ്പോഴും 2019 പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ഇപ്പോൾ 2020 പറയുന്നത്. പക്ഷെ അദ്ദേഹം അറിയുന്നത് ഇപ്പോഴാണ് പല കാര്യം. അറിയുമ്പോൾ അദ്ദേഹത്തിനുള്ള ചിന്താക്കുഴപ്പം അദ്ദേഹത്തിന് അകത്ത് നിൽക്കുന്നില്ല, അത് പുറത്തേക്ക് ചാടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഭ്രമം എന്ന് പറയുന്നത് അന്ന് കാണിച്ച ആ അതിയായ സ്നേഹത്തിൻ്റെ മറുവശമാണ്. ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ദ്വേഷിക്കാനും അദ്ദേഹത്തിന് കഴിയും. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒരേ എനർജിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ഥായിയായിട്ട് ഈ കോമ്പിനേഷനുകളൊക്കെ തന്നെയും ബേസിക്കലി ഒരു എനർജിയിൽ ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. ആൻറ്റിസിപ്പേഷൻ, സർപ്രൈസ്, ഇത് രണ്ടും ഒരേ എനർജിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന്, കാരണം ഒരു സർപ്രൈസ് ആൻറ്റിസിപ്പേഷന് ജന്മം കൊടുക്കാം, ഒരു ആൻറ്റിസിപ്പേഷൻ ഒരു സർപ്രൈസിന് ജന്മം കൊടുക്കാം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമുക്ക് സർപ്രൈസ് ഉണ്ടാകും. സർപ്രൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സർപ്രൈസിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ആൻറ്റിസിപ്പേഷനുകളും നെഗറ്റീവായിട്ടുള്ള ഫിയേഴ്സ്, കോംപ്ലക്സുകളും ആൻസൈറ്റികളും ഒക്കെ ആൻറ്റിസിപ്പേഷനകത്ത് പെടുത്താവുന്നതാണ്. ഇതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുന്നു. ഇത് രണ്ടും ഒരേ എനർജിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവയെ ഒന്നായിട്ട് തന്നെ കണ്ടുകൊണ്ട് വേണം അവയെ കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും രണ്ടായി കണ്ട്, രണ്ട് രീതിയിൽ കണ്ടുകൊണ്ട്, രണ്ട്
ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ധരിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. ഓരോന്നും എടുത്തു നോക്കിയാലും അറിയാം. ഫിയറും ആങ്കറും. ആങ്കർ എന്ന് പറയുന്നത് എപ്പോഴാണ് ആദ്യമായിട്ടുണ്ടാകുന്നത്? ദേഷ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ദേഷ്യം ഉണ്ടാകുന്നത് നമുക്ക് ദേഷ്യം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ് ദേഷ്യം പുറത്തു വരുന്നത്. ദേഷ്യം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമുക്കിത് പുറത്തു വരില്ല. ദേഷ്യം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അത് ഭയമായിട്ട് പുറത്തു വരും. ഭയമായിട്ട് പുറത്തു വരുന്നതിനകത്ത് നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ഭയമായി പുറത്തു വരുന്നതിനകത്ത് എന്താ ഇത്രയും നേരം മ്യൂട്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. ഇത് രണ്ടും ആൻറ്റിസിപ്പേഷനും സർപ്രൈസും ഈ ദ്വന്ദ്ങ്ങളായിട്ട് കാണിച്ചിരിക്കുന്ന രണ്ട് പോളാരിറ്റികളും വാസ്തവത്തിൽ ഒരേ എനർജിയും തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ആൻറ്റിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ആ ആൻറ്റിസിപ്പേഷനകത്ത് വരുന്ന ഒരു സഡൻ ഇൻപുട്ടാണ് സർപ്രൈസായിട്ട് മാറുന്നത്. സർപ്രൈസ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് സർപ്രൈസാണ് ആദ്യം വരുന്നതെങ്കിൽ, സർപ്രൈസ് ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഈ സർപ്രൈസിനെ ബേസ് ചെയ്ത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് പോസിറ്റീവായിട്ടുള്ള ആൻറ്റിസിപ്പേഷനും ആവും, നെഗറ്റീവായിട്ടുള്ള ആൻറ്റിസിപ്പേഷനും ആവും. രണ്ടും ഒരു എനർജിന്നാണ് വരുന്നത്. ഫിയറും ആങ്കറും എടുക്കുക. ഫിയറും ആങ്കറും എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ആങ്കർ നമ്മൾ പുറത്ത് കാണിക്കുന്നത്? നമുക്ക് ധൈര്യമുള്ളപ്പോഴാണ് പുറത്ത് കാണിക്കാൻ പറ്റും. ആങ്കർ കാണിച്ചാൽ ചിലവാകുന്നുള്ളതല്ലേ ആങ്കർ കാണിക്കുള്ളൂ. അപ്പം ആങ്കർ എവിടെ കാണിക്കാൻ പറ്റാതിരിക്കുന്നു അവിടെ ഫിയർ കാണിക്കും. ഫിയർ കാണിച്ച് ഒരു സാച്ചുറേഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ ഫിയർ പുറത്ത്, ഫിയർ കാണിക്കാനുള്ള എനർജി അവിടെ സ്വാഭാവികമായിട്ടും ഫിയർ കാണിച്ച് അതിനൊരു ടോളറൻസിൻ്റെ ലെവലിൽ മാറിക്കഴിയുമ്പോൾ അത് ആങ്കറായിട്ട് തന്നെ പുറത്ത് കാണിച്ചു കൊടുക്കും. അവിടെ ഒരു വയലൻസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ഫിയർ ആങ്കർ ഇത് രണ്ടും ഒന്ന് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷനിലൊക്കെ, കോമ്പിനേഷൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ആ കോമ്പിനേഷനിലൊക്കെ തന്നെയും രണ്ട് എനർജികൾ, രണ്ട് റിസൾട്ടുകൾ ഒരേ എനർജിയുടെ ആക്ടിവിറ്റി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കോളാം. നമ്മളിവിടെ എങ്ങനെയാണ് അതിനെ കാണുന്നത്, ചികിത്സയ്ക്ക് വിധേയമാക്കുന്നതുമൊക്കെ. ഇവിടെ വിരുദ്ധമായിട്ട് കണ്ടിട്ട് രണ്ടായി കാണാനുള്ള ചികിത്സാ രീതികളാണ് നമ്മളിവിടെ പരമ്പരാഗതമായിട്ടുണ്ടെങ്കിൽ പോലും പല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല പരമ്പരാഗത ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല രീതികളിലും ഇവയെ ഒരേ എനർജിയായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പം ഇവിടെ തന്നെയും അതുണ്ട്. ഇവിടെ ഇല്ല എന്ന് പറയാനൊക്കെ ഇവിടെ തന്നെയും ഉണ്ട്. ഉദാഹരണത്തിന് മാനസികമായി, ഇപ്പം ആദ്യത്തിൻ്റെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമില്ല, മാനസികമായിരിക്കുന്ന പിരിമുറുക്കം, മാനസികമായിരിക്കുന്ന അപസ്മാരാദി രോഗങ്ങൾ അല്ലെങ്കിൽ വിഷാദം ഇത്യാദി കാര്യങ്ങൾക്കെല്ലാം തന്നെ കൊടുക്കുന്ന മരുന്നുകൾ, കൊടുക്കുന്ന മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം അവയിൽ ഉൾപ്പെടുന്ന ചെടികൾ അല്ലെങ്കിൽ സസ്യജമായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പലതും ഉത്തേജക സ്വഭാവത്തിലുള്ളവയാണ്, ആഫ്രോഡിസിയാക്കുകളാണ്. എന്തുകൊണ്ട്? ഈ ഉത്തേജക സ്വഭാവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വയലൻസ് കൂട്ടുകയല്ലേ വേണ്ടത്? അല്ല, അവിടെ ജീവിതത്തോടുള്ള ആഭിമുഖ്യത്തെ തിരിച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലേക്കുള്ള ആഭിമുഖ്യത്തെ, ജീവിതത്തിൽ നിന്ന് പിൻവലിയുന്ന ഒരു സ്വഭാവത്തെ മാറ്റി ജീവിതത്തിലുള്ള ആഭിമുഖ്യത്തെ പ്രാകൃതികമായിരിക്കുന്ന രീതിയിൽ, പ്രകൃതിക്ക് സഹജമായിരിക്കുന്ന രീതിയിൽ, പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പദ്ധതിയോടുകൂടിയാണ് അവ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഉള്ളുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇത് ഈ രണ്ട്, ആ വിഡ്രോയലിൻ്റെയും അതുപോലെ തന്നെ വയലൻ്റ് ആയിട്ടൊരു മെത്തേഡിൻ്റെയും രണ്ടിൻ്റെയും എനർജി ഒന്നായി കണ്ടുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു ഓപ്റ്റിമം ലെവൽ വരെ ആ മരുന്നുകൾ കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് അവയെ പതുക്കെ ടേപ്പർ ചെയ്ത് നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിഷപ്പുരൻ ചെയ്തു വരുന്ന രീതി. ഒരു പക്ഷേ അലോപ്പതിയിൽ ഇത്തരം സാധ്യതകളുണ്ടായിരിക്കും, തീർച്ചയായിട്ടും സാധ്യതകളുണ്ടായിരിക്കും.
പക്ഷേ ഒരു വ്യക്തിയെ മോണിറ്റർ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ സാധ്യത, കഴിവ് മാത്രം പോരാ, സാധിക്കണം. അങ്ങനെ ഉള്ളൊരു സാധ്യതയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ചികിത്സയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവും. ഇപ്പോൾ പ്രാക്ടീസൊക്കെ കൂടി കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവണമെന്നില്ല. അത്രയ്ക്ക് തിരക്കിവിടെ വരാതിരിക്കുന്നതുകൊണ്ടാണ് മറ്റ് ഔഷധശാസ്ത്രങ്ങളിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് തിരക്കെങ്കിൽ ഇതേ കണ്ടീഷൻ തന്നെയാണ് അവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെയും ഞാൻ പറഞ്ഞിരുന്നതൊന്നുമല്ല, ഇതിലൊക്കെ തന്നെയും ഈ രണ്ട് എനർജികളെയും ഒന്നായിട്ട് കണ്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിയാതെ, അല്ലാതെ പിന്നുമായി കണ്ടുകൊണ്ടേ അല്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി, ഈ മനോവിശകലനത്തിന് വേണ്ടി ഇവയെ ഒന്നായി രണ്ടായി കണ്ടുകൊണ്ട് പോകുന്നത് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും എളുപ്പമുള്ള കാര്യം. അതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. എനിക്ക് പറയാനുള്ളത് ഒരു ഊർജ്ജത്തിൽ നിന്നാണല്ലോ ഇത് ഭയങ്കര ദേഷ്യവും ഫിയറും ഉണ്ടാകുന്നത്. അപ്പൊ അത് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു മൊമെന്റ്, അതായത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുള്ള ഒരു ഇടയ്ക്കുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. അതെന്തുകൊണ്ടാണ് വരുന്നത്? മനസ്സിലായി. അതെന്തുകൊണ്ടാണ് വരണമെന്ന് അറിയാമോ? ഐഡന്റിറ്റി ക്രൈസിസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട രോഗം. ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ ഏത് വശത്തോട്ട് നിൽക്കണമെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല, എനിക്ക് പോലും അറിഞ്ഞൂടാ എന്ന് തീരുമാനിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെടണോ, ചിരിക്കണോ, കരയണോ? അതുപോലെ ഐഡന്റിറ്റി ക്രൈസിസിൽ കൂടെയാണ് ആനന്ദ് അത് വരുന്നത്. കാരണം എങ്ങോട്ട് മൂവ് ചെയ്യണം അറിഞ്ഞിടാത്ത ഒരു ഓപ്റ്റിമൽ ലെവലിൽ വന്ന് ചവിട്ടി നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തത്. ഇവിടെയാണ് പലപ്പോഴും ഈ വിശകലന അല്ലെങ്കിൽ പഴയ ക്ലാസിക്കൽ തിയറികളിൽ റോഷാക്കാർഡും ഒക്കെ വെച്ചുള്ള പ്രാക്ടീസുകളോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈഡ് ട്രിഗർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സൈഡ് ട്രിഗർ ചെയ്യും, ഒരു സൈഡ് ഒന്ന് ഒരു സ്ഫുടമാക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് അതിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഒരു പിടിവാശിയുള്ള ഒരാളാണ്, ഈൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന് വെച്ചോളൂ. ഈൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പിന്നെ അങ്ങ് ഈൽഡ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ രണ്ടും കൂടെ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ ഈൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് പറയാൻ ഇത് നടക്കില്ല, ശരിയാവില്ല കേട്ടോ, അത് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോക്കാണ്, അതൊരു ഇമ്പാക്റ്റാണ്. ആ ഇമ്പാക്റ്റ് പെട്ടെന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കും താൽക്കാലികമായിട്ട്. ആ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി ആ ഐഡൻറ്റിറ്റി സൈഡിലേക്ക് നീങ്ങും. ഇറ്റ് മേ ബി എയ്തർ ഫിയർ ഓർ ആങ്കർ. ഫിയർ ആണെങ്കിൽ പതുക്കെ അത് ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്, ആങ്കർ ആണെങ്കിൽ വയലൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. രണ്ട് സാധ്യതയുണ്ട്. ഗംഗ ഇന്ന് പോകണ്ട എന്ന് പറയുന്നിടത്ത് ഗംഗ അതുവരെ അതെന്താ പോകണ്ടാത്തത്, അതെന്താ ഞാൻ പോയാൽ എന്ന് ചോദിക്കില്ലേ? അതാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഉദാഹരണം. അവർ ന്യൂട്രലായിട്ട് നിൽക്കും. അവർ ഒരു വശത്ത് പിന്നെ നകുലനില്ലേ, നകുലിനുമായിട്ടുള്ള സ്നേഹവും കാണിച്ചുകൊണ്ടിരിക്കും, ഒരു നകുലിനെ കൊല്ലാനുള്ള വഴികളും കാണിച്ചിട്ടുണ്ട്. രണ്ട് ഓപ്പോസിറ്റ് സാധനങ്ങളാണ്. അപ്പോൾ ഇത് അവരെ അതിൻ്റെ ക്രൈസിസിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിയിൽ എത്തിക്കുകയാണെങ്കിൽ ഒരു ഷോക്ക് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നിടത്ത് തിരിച്ച് പെരുമാറണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു അപ്രോച്ചാണ്. ഗംഗ ഇപ്പോൾ പോകണ്ട, തീർന്നു, അതോടെ തീർന്നു, ഇടമാട്ടയും തുടങ്ങില്ലേ. ഇതാണ്, ഇത് തന്നെയാണ് ആ ക്രൈസിസുകളിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള സാഹചര്യം. ഇത് ആത്മീയമായിട്ട് എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ പല പ്രതീക്ഷകളോടുകൂടി നമ്മുടെ ചില അജണ്ടകളുമായിട്ട് ചില ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് ചേരും. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലൊരു സിറ്റുവേഷനെ കൊണ്ടെത്തിച്ചിട്ട് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ പ്ലെയിനിൻ്റെ മുകളിൽ നിന്ന് പാരച്യൂട്ട് വരാതെ ചാടിച്ച പോലെ ആയിപ്പോകും. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വന്തം പറക്കാനുള്ള കഴിവുണ്ടോ എന്ന് സ്വയം ആദ്യമായിട്ട് പരിശോധിച്ച് നോക്കും. നമ്മൾ പറന്നു നോക്കിയിട്ടുണ്ടെങ്കിലല്ലേ പറക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയാവുള്ളൂ. നമ്മളിതുവരെ പറന്നു നോക്കിയിട്ടില്ലല്ലോ. നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ്. അപ്പോൾ പറന്നു നോക്കിയിട്ടില്ല. നമ്മൾ നടക്കാനാണ് ആദ്യം പഠിക്കുന്നത്. നടന്നു ഓടി തീർന്ന് ചാട്ടം, ഇനി പിന്നെ വേറൊന്നും ഇല്ല എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പം മനുഷ്യൻ്റെ അവന്യൂസിലേക്ക് പോകുന്നതിന് എപ്പോഴും ഈ രണ്ട് പൊളാരിറ്റികളെ സംബന്ധിക്കുന്ന ജ്ഞാനം ഗുരുക്കന്മാർ സൂക്ഷിക്കുന്നു.
എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതിൻ്റെ ഇടയിലുള്ളൊരു വഴി കൂടി കൊണ്ടുപോയി ഒരു ജംഗ്ഷനിൽ കൊണ്ട് നിർത്തിയിട്ട് ഗുരു അപ്രത്യക്ഷനാവും. അവിടെ കിടന്ന് ഗുരുവിൻ്റെ പേര് വിളിച്ചാൽ ഗുരു തിരിഞ്ഞു പോലും നോക്കില്ല, കാണുപോലുമില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ അവസ്ഥയിലായിരിക്കും. അവിടെ അവൻ സ്വന്തം കാര്യം നിൽക്കുന്നു. അവൻ സ്വന്തം കാര്യം, അവൻ്റെ കഴിവിനെ, അവൻ്റെ കഴിവിൻ്റേതായ ഫാക്കൽറ്റിയെ വികസിപ്പിച്ചെടുക്കുന്നു. ഇത് രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ക്ലിനിക്കൽ സ്റ്റേറ്റിൽ കൂടെ വരുന്ന കേസുകളുമുണ്ട്, അല്ലാതെ ക്ലിനിക്കലല്ലാതെ സബ്ഡ്യൂഡായിട്ട് മനസ്സിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമുണ്ട്. ഈ ഒളിഞ്ഞു കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരാൻ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തേണ്ടി വരും, മാനസികമായ ആക്രമണങ്ങൾ നടത്തുന്നത്. ചില പിടിവാശിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. അതിനെയൊക്കെ നമ്മൾ ഒരു വശത്തൂടെ ഈ പാട്ടകൊട്ടൽ എന്നൊക്കെ പറഞ്ഞ് ആനയൊക്കെ ഓട്ടിക്കാനുള്ള പരിപാടിയുണ്ട്. പാട്ടകൊട്ടൽ, പടക്കമേറ് ഉള്ള സംഗതികളൊക്കെ വെച്ച് ആന പേടിച്ചൊന്ന് പോവും. ആനയ്ക്ക് വസ്തുത പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പാട്ടയും പിടിച്ചു വാങ്ങിച്ച് ആന അടികൊടുത്ത് വിടാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആന അങ്ങ് വരില്ല. ഇതുപോലുള്ള പരിപാടികളിൽ കൂടി പുകച്ച് പുറത്ത് ചാടിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈഗോയിങ് പുറത്ത് ചാടും. അപ്പോൾ അവർക്ക് കാണാം. ഇപ്പം നേരെ പിടിച്ച കണ്ണാടി എന്ന് പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ സ്വന്തം ഈഗോയും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ അപകടകരമായ രീതിയിൽ ഗുരു ഉപേക്ഷിക്കപ്പെട്ടേക്കാം. ഗുരുവിനെ ഉപേക്ഷിച്ചിട്ട് പോവും, പക്ഷെ അവൻ രക്ഷപ്പെടും. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഗുരു ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. ഗുരു അവനിൽ ഡിപ്പെൻഡ് ചെയ്തല്ല ഗുരു സസ്റ്റെയിൻ ചെയ്യുന്നത്. ഗുരുവിൻ്റെ സസ്റ്റൈനൻസ് അവനിൽ ഡിപ്പെൻഡ് ചെയ്തല്ല. അതുകൊണ്ട് വേറൊരാൾ ചോദിക്കും ചിലപ്പോൾ, അവനെ താങ്കൾ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുണ്ട്? ഇങ്ങനെ ചോദിച്ച എത്രയോ പേര് വളരെ സുഖമായിട്ട് ജീവിക്കുന്നത് ഞാൻ കാണാറുണ്ട്. കാരണം അവരുടെ ഒറിജിനൽ നേച്ചറിലേക്ക് അവർ വരുന്നു, അവരുടെ കഴിവിലേക്ക് അവർ വരുന്നു. അവരുണ്ടാക്കിയെടുത്ത സൈക്കോഫാൻസികളിൽ കൂടി അവർ പലതരത്തിലുള്ള മായകൾ സൃഷ്ടിച്ച് അതിനകത്ത് നിൽക്കുകയായിരുന്നു. അതിന് പകരം ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് വരും. അതും കൂടെ ഇതിൻ്റെ കൂടെ പറയാം.